കളമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ PTയുടെ ആഭിമുഖ്യത്തിൽ കളമശ്ശേരി നഗരസഭയുടെ സഹായത്തോടെ നടത്തുന്ന KG ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ആധുനിക സംവിധാനത്തോടെയുള്ള ക്ലാസ് റൂമുകൾ, മികച്ച കളി ഉപകരണങ്ങൾ, യാത്രാ സൗകര്യം, പ്രഭാത ഉച്ചഭക്ഷണങ്ങൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ടെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു പറഞ്ഞു. കളമശ്ശേരി ഗവൺമെൻറ് സ്കൂളിൽ 2024-25 വർഷം ഈ വരുന്ന ജൂൺ മാസത്തിൽ KG ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ മെയ് മാസം മുതൽ കുട്ടികളെ ഇവിടെ ചേർക്കാവുന്നതാണ്. ഇവിടെ സർവ്വസജ്ജീകരണത്തോടു കൂടിയ 2 ക്ലാസ് റൂമുകൾ KG ക്ലാസ്സുകൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വാഹന സൗകര്യം, അതേപോലെ തന്നെ പ്രഭാത ഉച്ചഭക്ഷണങ്ങൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും അതേപോലെ തന്നെ യൂണിഫോമും ഉടനെ തന്നെ എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പരിസരങ്ങളിലുള്ള എല്ലാവരെയും 3 വയസ്സ് മുതൽ 5 വയസ്സ് 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ഈ KG ക്ലാസ്സുകളിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പദ്ധതി മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. കളമശ്ശേരി നഗരസഭയുടെ ഉദാരമായ സഹായം ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് നഗരസഭ അധികാരികളോട് പ്രത്യേകം കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. അവർക്ക് പ്രത്യേക വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ 2 ബസ്സുകൾ കൂടാതെ മറ്റൊരു ചെറിയ മിനിമാൻ പോലെയുള്ള ഒരു സൗകര്യം കൂടി കേട്ടോ. അതേ ഉച്ചഭക്ഷണവും ഉണ്ട്. രാവിലെ 9:30 മുതൽ 3:30 വരെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ശേഷം KG ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അവരുടെ വിശ്രമ സമയം 1 മണിക്കൂറുണ്ട്. അതിനുശേഷമാണ് നമുക്ക് കുട്ടികളെ 1 മണിക്കൂറും കൂടി അധ്യയനം നടത്തി പിന്നീട് 3:30 നമ്മളിവിടെ നിന്ന് വിടുന്നതായിട്ട്. മാതാപിതാക്കൾ വരാൻ ലേറ്റ് ആണെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കൂടി ഏർപ്പെടുത്തുന്നുണ്ട്. ഒരു 5 മണി വരെയൊക്കെ നമുക്ക് ഇവിടെ തന്നെ അവിടെ നമ്മുടെ സ്റ്റാഫുകൾ ആ കുട്ടികളെ കൈകാര്യം ചെയ്തോളും. അവർക്ക് 5 മണിക്ക് ശേഷം കൊണ്ടുപോയാലും മതി. കളമശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കളമശ്ശേരി ഒരു ദീർഘകാല ഒരു വീക്ഷണമായിരുന്നു അത്. നമുക്കൊരു LKG UKG തുടങ്ങുമെന്നുള്ള ഒരു ഉദ്ദേശം. കാരണം ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ കളമശ്ശേരി നഗരസഭാ അതിർത്തി തന്നെ എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും LKG UKG ഉണ്ട്. അപ്പോൾ കൂടുതൽ കുട്ടികളെ അങ്ങോട്ടാണ് ആകർഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് സംവിധാനത്തിൽ വരുമ്പോൾ അതില്ലാത്തത് കൊണ്ട് നമ്മുടെ സ്കൂളിൽ കുട്ടികൾ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അതിലുപരി നമ്മുടെ കേരളീയരായ നമ്മുടെ കളമശ്ശേരി നഗരസഭാ പ്രദേശത്തുള്ള മലയാളി കുട്ടികളെ ആകർഷിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ നിലവാരം ഉയർത്തുവാൻ വേണ്ടിയാണ് ഈ സംവിധാനം കൂടുതലായിട്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കളമശ്ശേരി നഗരസഭയുമായി ബന്ധപ്പെട്ട് അതിനുള്ള സാമ്പത്തിക ഫണ്ട് നഗരസഭ ഇത്തവണത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉണർവിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും. ഇംഗ്ലീഷ് മീഡിയം LKG UKG ക്ലാസ് ആരംഭിക്കുകയാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള കളമശ്ശേരി മേഖലയിൽ ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ നിരവധി പ്രൈവറ്റ് സ്കൂളുകളാണ് ഇവിടെ LKG UKG സംവിധാനങ്ങളുള്ളത്. അവിടെ എല്ലാം ഭയങ്കരമായ ഫീസ് കൊടുത്താണ് ഇന്ന് കുട്ടികൾ പഠിക്കുന്നത്. പല നിർധരായ കുടുംബങ്ങൾക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കളമശ്ശേരി നഗരസഭയുടെ കീഴിലുള്ള കളമശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ PTA-യും അതുപോലെ തന്നെ SMC-യുടെയും ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിയും സംയുക്തമായിക്കൊണ്ട് LKG UKG ഈ വർഷം മുതൽ LKG UKG ആരംഭിക്കുകയാണ്. അതും സ്മാർട്ട്സ് ക്ലാസ് റൂമും അതുപോലെ തന്നെ മറ്റു പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഇത് AC ക്ലാസ് റൂമുകളാണ്. 2 ക്ലാസ്സുകളും AC ക്ലാസ് റൂമുകളാണ് നമ്മളിവിടെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഈ നിർധരായ പാവപ്പെട്ട കുട്ടികൾക്കും അവർക്കും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള മാത്രം
മുൻനിർത്തിക്കൊണ്ടാണ് അത് മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനമുള്ള കുട്ടികളും എ സിയിലിരുന്ന് പഠിക്കുമ്പോഴും നമ്മുടെ സാധാരണക്കാരുടെ കുട്ടികളും ഇതുപോലെ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് നഗരസഭയും സംയുക്തമായിട്ട് ഇത്തരം ഒരു സംവിധാനം കളമശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും മക്കൾ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം എപ്പോഴും സർക്കാർ സംവിധാനമാണ്. ഇന്ന് സർക്കാർ സംവിധാനത്തിൽ കൂടെ മാത്രമാണ് വിദ്യാഭ്യാസ മേഖല ഉയർച്ചയിലെത്തിയിട്ടുള്ളൂ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ചെറുപ്പത്തിൽ തന്നെ അവരുടെ കുട്ടികളെ സർക്കാർ സംവിധാനത്തിലേക്ക് അയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.